വ്യത്യസ്ത മതങ്ങളിലും വ്യത്യസ്ത പ്രദേശങ്ങളിലുമായി വന്ന ആ ചരിത്ര പുരുഷന്മാർ അവരെ കൊണ്ട് ചെയ്യാൻ കഴിയാവുന്ന മികച്ച സംഭാവനകൾ ലോകത്തിന് നൽകിയിട്ടുണ്ട്. അക്കൂട്ടത്തിൽ ഏറെ പ്രസിദ്ധമായ ഒരു ചരിത്ര ഗ്രന്ഥമാണ് ദ 100 എന്ന പേരിൽ അറിയപ്പെടുന്ന 100 മനുഷ്യരുടെ പ്രഗത്ഭരുടെ ചരിത്രം കോർത്തിണക്കിയ മൈക്കൽ എച്ച് ഹാർട്ട് എന്ന് പറയുന്ന ഒരു അമുസ്ലിമായ ചരിത്രകാരന്റെ പുസ്തകം. അതിൽ ലോക ചരിത്രത്തിൽ അത്ഭുതങ്ങൾ ഉണ്ടാക്കിയ മാതൃകകൾ പകർന്ന 100 പേരുടെ ചരിത്രത്തിൽ 8ാം സ്ഥാനത്ത് മദർ തെരേസയുണ്ട്, 11ാം സ്ഥാനത്ത് തോമസ് ആൽവ എഡിസൺ ഉണ്ട്. ഇങ്ങനെ ഒരുപാട് ആളുകളുടെ പേര്, യേശുക്രിസ്തുവിന്റെ പേര് അതിൽ കൊടുത്തിട്ടുണ്ട്, ചരിത്രം കൊടുത്തിട്ടുണ്ട്. ആ ചരിത്ര ഗ്രന്ഥത്തിന്റെ 1ാമത്തെ വ്യക്തിയുടെ പേര് ദ പ്രോഫറ്റ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു മുസ്ലിം അല്ല. ആ ചരിത്രത്തിന്റെ ഗ്രന്ഥം വായിക്കുമ്പോൾ എന്തുകൊണ്ട് 1ാം സ്ഥാനത്ത് ഈ പ്രവാചകന്റെ പേര് കൊടുക്കുന്നു എന്നത് അദ്ദേഹം സവിസ്തരം വിശദീകരിക്കുന്നുണ്ട്. മലയാളത്തിലേക്ക് ആ ഗ്രന്ഥം തർജ്ജമ ചെയ്തിട്ടില്ല, ഇംഗ്ലീഷിലാണ് ഗ്രന്ഥമുള്ളത്. സ്വാതന്ത്ര്യദിനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മളൊക്കെ പലപ്പോഴും കേൾക്കുന്ന, ആവർത്തിച്ചു പറയുന്ന ഗാന്ധിജിയുടെ ചരിത്രം എപ്പോഴെങ്കിലും ഒരു ഇന്ത്യക്കാരനായ ഞാനും നിങ്ങളും ചരിത്രം പഠിക്കുക എന്ന ലക്ഷ്യത്തോടെ വായിച്ചിട്ടുണ്ടോ? ഗാന്ധിജി മദ്യവർജനത്തെക്കുറിച്ച് എഴുതി വെച്ച പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്, ലോക ചരിത്രത്തിൽ മദ്യം നിർമാർജനം ചെയ്യാൻ ഏറ്റവും നല്ല മാതൃക കാണിച്ച വ്യക്തി മക്കയുടെ ഭരണാധികാരി, മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്ത് 23 കൊല്ലം കൊണ്ട് മദ്യനിർമാർജനം മാതൃകയാക്കിയ പ്രവാചകൻ മുഹമ്മദിനെയാണ് ഞാൻ ഇഷ്ടപ്പെടുന്നതെന്ന് ഗാന്ധിജി എഴുതി വെച്ചു. അദ്ദേഹം ചേർത്ത് വെച്ച 2 വാചകങ്ങൾ കൂടെയുണ്ട്. മദ്യം വേണ്ടെന്നും പാടില്ലെന്നും പറയുകയും ജീവിതത്തിൽ ഒരിക്കലും മദ്യപിക്കാതിരിക്കുകയും മദ്യപിച്ചിരുന്ന ഒരു സമൂഹത്തെ മുഴുവൻ അതിനെതിരെ പ്രവർത്തിക്കുന്ന ധാർമ്മിക ബോധമുള്ളവരാക്കി മാറ്റുകയും ചെയ്ത ലോക നേതാവാണ് പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ഗാന്ധിജി പോലും എഴുതി വെച്ചുവെങ്കിൽ ഒരു മുസ്ലിമായ ഞാനും നിങ്ങളും ചരിത്രത്തിൽ എപ്പോഴെങ്കിലും വായിച്ചിട്ടുണ്ടോ, പഠിച്ചിട്ടുണ്ടോ നമ്മുടെ പ്രവാചകന് എത്ര വിമർശനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്? മുസ്ലിമിന്റെ, ഇസ്ലാമിന്റെ അകത്തു നിന്നും പുറത്തു നിന്നും ഇസ്ലാമിനെ വിമർശിച്ചു കൊണ്ടിരിക്കുന്നവരുണ്ട്. പ്രവാചകന്റെ വിവാഹങ്ങൾ വിമർശിക്കുന്നവരുണ്ട്, നബിതങ്ങൾ പങ്കെടുത്ത യുദ്ധങ്ങൾ വിമർശിക്കുന്നവരുണ്ട്, അടിമ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട വിമർശനങ്ങൾ ഒരു പഠനവുമില്ലാതെ വിമർശിക്കുന്നവരുണ്ട്. എന്തിനേറെ നമ്മുടെ സമുദായത്തിനകത്ത് തട്ടമിട്ടവരും തൊപ്പിയിട്ടവരും അടക്കമുള്ളവർ വരെ പ്രവാചകനെതിരെ കൊഞ്ഞനം കുത്തുന്ന പലതും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? ആരാണ് നബി? അല്ലാഹുവിന്റെ ഖുർആൻ പറയാണ്, ലോകത്തെ എവിടെ മനുഷ്യരുണ്ടോ ആ മനുഷ്യരെ സന്മാർഗം കാണിക്കാൻ ചില മനുഷ്യരെ അല്ലാഹു നിശ്ചയിക്കും. ലികുല്ലി ഖൗമിൻ ഹാദ്, എല്ലാ സമുദായത്തിനും ഒരു ഹാദ് ഉണ്ടാകും. ഹാദ് സന്മാർഗം കാണിക്കുന്ന വ്യക്തി, വഴി കാണിക്കുന്ന ഒരു ഗൈഡ് ഉണ്ടാകും. അങ്ങനെ നമ്മുടെ ഉമ്മത്തിലേക്ക് വന്ന ഗൈഡാണ്, സന്മാർഗം പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി വന്ന പ്രവാചകനാണ്. എല്ലാ ഉമ്മത്തിലേക്കും സമുദായങ്ങളിലേക്കും ഒരു താക്കീതുകാരനെ പറഞ്ഞയച്ചിട്ടുണ്ട്. അങ്ങനെ വന്നൊരു താക്കീതുകാരനാണ് നമ്മുടെ നബി. നബിന്റെ മഹത്തരമായ ഗുണം വിശദീകരിക്കുന്ന സൂറത്തു തൗബ അവസാനിക്കുമ്പോ 129 ആയത്തുള്ള സൂറത്തു തൗബയുടെ അവസാനത്തെ തൊട്ട് മുമ്പത്തെ ആയത്ത് 128. ഒന്ന് മനസ്സറിഞ്ഞൊന്ന് വീട്ടിൽ പോയി വായിക്ക്, സ്വസ്ഥമായിട്ട് അർത്ഥം വെച്ചൊരിക്കലെങ്കിലും പഠിക്ക്. പ്രവാചക സ്നേഹം പഠിക്കേണ്ടുന്ന ഒരു പക്ഷേ റബീഉൽ അവ്വലിൽ നമ്മുടെ മനസ്സുകളിലേക്ക് ആകെ കൊണ്ടുപോകുന്നത് കുറെ പാട്ടും കുറെ ദഫും മുട്ടുകളും ഗാനങ്ങളും ചാടിക്കളികളും തുള്ളിച്ചാടലുമാണെങ്കിൽ യഥാർത്ഥത്തിൽ നമ്മുടെ നബിനെ പഠിക്കേണ്ടത് ഖുർആൻ എന്നാണ്. സൂറത്ത് തൗബയുടെ 128 ആയത്ത് ആരാ നബി എന്നറിയോ? ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും, നിങ്ങളുടേതായ അവസ്ഥയിൽ നിങ്ങളിൽ നിന്നുള്ള ഒരു പ്രവാചകനെ നിങ്ങൾക്ക് തന്നിരിക്കുന്നു. എന്താണ് ആ നബിന്റെ ഗുണമെന്നറിയുമോ? അസീസുൻ അലൈഹി മാ അനിത്തും, ഈ ഉമ്മത്തിലുള്ള ഏതെങ്കിലും ഒരു മനുഷ്യനൊരു പ്രയാസം വരുന്നത് സഹിക്കാനാവാത്ത നബിയാണ്. എൻ്റെ ഉമ്മത്തിന് പ്രയാസം ഉണ്ടാകരുത്. നിസ്കാരം 50 വക്ത് പറഞ്ഞു. നബി തങ്ങൾ തിരിച്ചു ചെന്ന് അള്ളാഹിനോട് അനുവാദം ചോദിച്ചു, കുറച്ചു തരാൻ പറ്റുമോ? എന്തുകൊണ്ട്? എൻ്റെ ഉമ്മത്തിന് പ്രയാസമാണ് അല്ലാഹ്.
5 നേരം വുളു ഉണ്ടാക്കുന്നതിന്റെ കൂടെ മിസ്വാക്ക് ചെയ്യണമെന്ന് നബിക്ക് ഇഷ്ടമുണ്ട്, ആഗ്രഹമുണ്ട്. എന്റെ ഉമ്മത്തിന് അത് പ്രയാസമാകില്ലായിരുന്നുവെങ്കിൽ നിർബന്ധമാക്കുമായിരുന്നു. എന്റെ ഉമ്മത്തിന് പ്രയാസമുള്ളതൊന്നും ഉണ്ടാകരുതെന്ന് വല്ലാതെ കൊതിച്ച ഒരു പ്രവാചകനാണ്. ഹരീസും ബിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ കാര്യത്തിൽ അതീവ താല്പര്യമുള്ള വ്യക്തിയാണ്. മുഅ്മിനീങ്ങൾക്ക് വേണ്ടി വല്ലാത്ത താല്പര്യം കാണിക്കുന്ന വ്യക്തിയാണ്. റഊഫുർ റഹീം, അങ്ങേയറ്റത്തെ ദയാലുവായ കാരുണ്യമുള്ള പ്രവാചകനാണ്. സുഹൃത്തുക്കളെ, ഈ പ്രവാചകൻ യുദ്ധക്കൊതിയനാണോ? ഈ പ്രവാചകനെ പെണ്ണിന്റെ പേര് പറഞ്ഞ്, വിവാഹങ്ങളുടെ പേര് പറഞ്ഞ് ആക്ഷേപിക്കാൻ വല്ല ചരിത്രപരമായ തെളിവുകൾ നിങ്ങളുടെ കയ്യിലുണ്ടോ? ഞാനും നിങ്ങളുമൊക്കെ സോഷ്യൽ മീഡിയയിലും മൊബൈൽ ഫോണിലും ഒക്കെയായി വിരഹിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ എപ്പോഴെങ്കിലും ഒരു മെസ്സേജോ ഒരു വീഡിയോയോ നമ്മുടെ പ്രവാചകനെതിരെ വിമർശനങ്ങൾ വന്നപ്പോൾ ഷെയർ ചെയ്തിട്ടുണ്ടോ? അത്തരം ഒരു പ്രോഗ്രാമെങ്കിലും നമ്മൾ കണ്ടിട്ടുണ്ടോ? അത്തരം ഒരു മെസ്സേജ് നമ്മുടെ ഫോണിൽ നിന്ന് ഒരാൾക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടോ? നമ്മൾ എന്താണ് ഇതിനെ ഏറ്റെടുക്കാത്തത്? ഈ വിമർശനങ്ങൾക്കുള്ള മറുപടി നമ്മളാണ്. അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അള്ളാഹുവിന്റെ ഖുർആൻ നോക്കൂ നിങ്ങൾ. പ്രവാചകന്മാർക്കിടയിൽ നിന്നൊരു ഉന്നതമായ സ്ഥാനം കൊടുക്കുകയാണ്. യാ നൂഹ്, അള്ളാഹുവിന്റെ ഖുർആനിൽ അള്ളാഹ് വിളിച്ചിട്ടുണ്ട് നൂഹേ. യാ മൂസ വിളിയുണ്ട്, യാ ഇബ്രാഹിം വിളിയുണ്ട്, യാ മുഹമ്മദ് എന്ന ഖുർആനിൽ എവിടെയും പരാമർശമില്ല. മറിച്ച് അല്ലാഹ് പോലും ഖുർആനിൽ വിളിക്കുന്നത് യാ അയ്യുഹർ റസൂൽ, റസൂലേ. പിന്നെ ബാക്കി പറയുള്ളൂ. യാ അയ്യുഹൻ നബിയു, നബിയേ എന്നാണ് വിളിക്കുന്നത്. ഒരു പ്രത്യേക ബഹുമതി ആണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖുർആൻ വരെ കൊടുത്തിരിക്കുന്നത്. ആ പ്രവാചകനെ പറ്റി അള്ളാഹുവിന്റെ ഖുർആൻ പറയാണ്, വ ഇന്നക ലഅലാ ഖുലുഖിൻ നദീം, നബിയേ നിങ്ങൾ മഹത്തായ സ്വഭാവത്തിന്റെ ഉടമയാണ്. ഒരു ദുസ്വഭാവവുമില്ല, ഒരു ദുശ്ശീലവുമില്ല, ഒരു വേണ്ടാത്ത വർത്തമാനമില്ല, ആളുകളെ തമ്മിൽ തല്ലിക്കുന്ന പരിപാടിയില്ല, വെറുതെ തർക്കിച്ച് നടക്കുന്ന പരിപാടിയില്ല, ഇസ്ലാമിന് എതിരായുള്ള ഒരു പ്രവർത്തനങ്ങളും വരാത്ത സ്വഭാവ മഹിമയുള്ള പ്രവാചകരാണ് നബിയേ എന്ന് അള്ളാഹുവിന്റെ ഖുർആനാണ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മളോട് പറയാണ്, നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നബി നിങ്ങൾക്ക് മാതൃകയാണ്. എന്ത് കാര്യത്തിലും നിങ്ങൾ ഏറ്റെടുക്കണം. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, നിങ്ങളുടെ പ്രവാചകനിൽ നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട്. എന്ത് കാര്യം എടുത്തോ, നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട്. ആർക്കാണ് ആ മാതൃക സ്വീകരിക്കാൻ കഴിയുക എന്നറിയുമോ? ലിമൻ കാന യർജുല്ലാഹ വൽ യൗമിൽ ആഖിർ, പരലോകത്തിലും അല്ലാഹുവിലും വിശ്വസിക്കുന്ന ആളുകൾക്ക് ഇതിൽ മാതൃകയുണ്ട്. വദക്കറല്ലാഹ കസീറാ, അല്ലാഹനെ ധാരാളമായി ഓർക്കുന്നവർക്കും ഈ നബിയിൽ ഒരുപാട് മഹിതമായ മാതൃകയുണ്ട്. നമുക്കുള്ളതാണ്. സഹോദരങ്ങളെ, നമുക്ക് പറയാൻ കഴിയണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 11 വിവാഹം കഴിച്ചിട്ടുണ്ട്. ശരിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രായം വളരെ കുറഞ്ഞു പോയ ആയിഷ ബീവിനെ കല്യാണം കഴിച്ചിട്ടുണ്ട്. ശരിയാണ്. എന്നാൽ ആയിഷ ബീവിയുടെ വിവാഹത്തിന്റെ പേര് പറഞ്ഞ് വിമർശിക്കുന്നവരോട് തിരിച്ചു ചോദിക്കണം, ആയിഷ ബീവിയെ കല്യാണം കഴിപ്പിച്ചു കൊടുത്ത വലിയ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവാണ്. ഒരു പരാതി എവിടെയെങ്കിലും ചരിത്രത്തിലുണ്ടോ? വിവാഹത്തിന് നിന്നുകൊടുത്തത് ആയിഷ ബീവിയല്ലേ. പിന്നീട് നബിതങ്ങളുടെ കൂടെ ജീവിച്ച ആ കൊല്ലങ്ങളിൽ 18ാമത്തെ വയസ്സിലാണല്ലോ നബിതങ്ങള് ആ വഫാത്താകുന്ന. ആയിഷ ബീവിക്ക് 18 വയസ്സാ. ഈ കൊല്ലത്തിനിടക്ക് എപ്പോഴെങ്കിലും ഒരു പ്രയാസം നബിതങ്ങളിൽ നിന്നുണ്ടായിട്ടായി ആയിഷ ബീവി ചരിത്രത്തിൽ എവിടെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ? ഇല്ല. നബിതങ്ങൾ മരിക്കുന്ന സമയത്ത് 9 ഭാര്യമാർ ഹയാത്തിലുണ്ടായിരുന്നു. ആരെങ്കിലും ഒരാൾ എന്നോട് അനീതി കാണിച്ചു, എന്നെ സ്നേഹിച്ചില്ല, എന്നെ പരിഗണിച്ചില്ല എന്നൊരു പരാതി ഉണ്ടായിരുന്നു? ഇല്ല. സുഹൃത്തുക്കളെ, നമുക്ക് 1 ഭാര്യയായിരിക്കാം, 2 ഭാര്യയായിരിക്കാം, മാക്സിമം നമുക്ക് 4 ഭാര്യമാരാണ് ഇസ്ലാം അനുവദിച്ചു തന്നത്. എപ്പോ നീതിയോടെയുള്ള ആ ജീവിത വ്യവസ്ഥക്ക് വേണ്ടിയാണ് അത് പറഞ്ഞിരിക്കുന്നത്. സഹോദരങ്ങളെ, ആ ഭാര്യയോടുള്ള നമ്മുടെ പെരുമാറ്റം എന്താ? നമുക്ക് മാതൃക ഉണ്ട് എന്നാ പഠിപ്പിച്ചത്.
തിരിഞ്ഞു നോക്കാത്ത, അവരുടെ ചെലവിന് കൊടുക്കാത്ത, അവരോട് മോശമായി പെരുമാറുന്ന, അവരെ പരിഗണിക്കാത്ത മനുഷ്യരാണോ? നമുക്കെങ്ങനെയാണ് പ്രവാചക സ്നേഹം സംസാരിക്കാൻ പറ്റുന്നത്? ആയിഷ റളിയല്ലാഹു അൻഹയോടൊത്തുള്ള ജീവിതത്തെ കുറിച്ച് വിശദീകരിക്കുന്ന ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കും, നബിയെ പൂർണ്ണമായി തൃപ്തിപ്പെട്ട ഭാര്യയായിരുന്നു ആയിഷ റളിയല്ലാഹു അൻഹ. നബി തങ്ങളുടെ വഫാത്തിന്റെ സമയത്ത് പോലും ആയിഷ ബീവിന്റെ വീട്ടിൽ താമസിക്കാൻ നബി തങ്ങൾ അനുവാദം ചോദിക്കുന്നുണ്ട്. നബി തങ്ങളുടെ കൂടെ 2 തവണ ഓട്ട മത്സരം നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ഒരു പ്രത്യേക സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. ഈ നിലക്ക് എല്ലാ കാര്യത്തിലും ആയിഷ ബീവിക്ക് പ്രത്യേകമായ പരിഗണന പോലും നബി തങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഒരിക്കൽ പോലും ആയിഷ ബീവി ഒരു എതിരഭിപ്രായമോ പരാതിയോ പറഞ്ഞതായി കാണാൻ സാധ്യമല്ല. ഓരോ ഭാര്യ വിചാരിക്കണം എന്തറിയോ, എന്നോടാണ് നബിക്ക് ഏറ്റവും സ്നേഹം. ഓരോരുത്തരും അങ്ങനെ ചിന്തിച്ചിരുന്നത്. അതിന് ആ ഒരു പ്രത്യേകമായി അല്ലാഹു തആല ആ പ്രവാചകന് ഖാസായി മാത്രം കൊടുത്തൊരു സവിശേഷതയാണത്. സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കളോട് കാണിച്ച മര്യാദ എന്തായിരുന്നു? നമ്മൾ പഠിക്കേണ്ട, പകർത്തണ മാതൃക ഉണ്ടെന്നാണല്ലോ പറയണത്. ഇന്ന് പുതിയ കാലഘട്ടത്തിൽ മക്കൾ പീഡനം അനുഭവിക്കേണ്ടി വരുന്ന പുതിയ കാലഘട്ടം. വാപ്പാന്റെക്കെന്ന് ഉമ്മാന്റെക്കെന്ന് മക്കൾ പീഡിപ്പിക്കപ്പെടുക, മക്കൾ ഗർഭിണികളാവുക. വായിക്കും, ആരൊക്കെയാണ് പ്രതികളെന്ന് വായിച്ചു നോക്ക് നിങ്ങൾ. അനീതി കാണിക്ക മക്കളോട്, അതോടൊപ്പം തന്നെ ഒട്ടനേകം ചൂഷണങ്ങൾക്ക് അവരെ വിധേയരാക്കുക. ധാരാളക്കണക്കിന് ഉപദ്രവങ്ങൾ വരുത്തി വെക്കുന്നവരെ നമ്മുടെ പ്രവാചകൻ നിങ്ങൾക്ക് മാതൃക. ഇതിലൊന്നുമല്ല ഇസ്ലാമിന്റെ ഏറ്റവും സുന്ദരമായ മുഖം പഠിപ്പിച്ചു തരിക. വളരെ വിവേകത്തോടെ മാന്യമായ പ്രവാചകന്റെ മാതൃകാ സ്വഭാവമായിരുന്നു മക്കളോട്. ഏതൊരു പിതാവിനും മാതാവിനും റസൂലിന്റെ മാതൃകയുണ്ട് ഈ വിഷയത്തിൽ. അതിനാൽ മഹദി ഫാത്തിമ റളിയല്ലാഹു അൻഹാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏറെ ഇഷ്ടമുണ്ടായിരുന്ന ഒരു മകളല്ലേ. കൂടുതൽ നമുക്കറിയാൻ സാധിക്കും, വഫാത്തിന്റെ സമയത്ത് വരെ. നമുക്ക് ചെറിയ പ്രായത്തിലൊക്കെ മക്കളോട് ഭയങ്കര സ്നേഹമായിരിക്കുമല്ലോ അല്ലേ? എന്നാൽ തൻ്റെ വയസ്സിന്റെ 63ാമത്തെ വയസ്സിൽ വഫാത്തിന്റെ നിമിഷങ്ങൾക്ക് മുമ്പ് തൻ്റെ പ്രിയപ്പെട്ട മകൾ ഫാത്തിമ ബീവിനെ അടുത്തേക്ക് വിളിച്ചിട്ട് സംസാരിക്കുന്നുണ്ട്. ഫാത്തിമ, വാപ്പാക്ക് വേദനിക്കുന്നുണ്ട്, വാപ്പ മരിക്കാണോ എന്ന് തോന്നിപ്പോകുന്നുണ്ട്. തൻ്റെ സങ്കടങ്ങൾ മകളോട് തുറന്നു പറയുന്നുണ്ട്. മകൾ വല്ലാതെ വിഷമത്തോടെ കരയുന്നുണ്ട്. കുറച്ചു സമയങ്ങൾക്ക് ശേഷം മകളെ ഒന്നുകൂടി അടുത്തേക്ക് വിളിക്കുന്നുണ്ട്. ഫാത്തിമ, അങ്ങോട്ട് വാ എന്ന് പറഞ്ഞ് വിളിച്ചിട്ട് പറയാണ്, ഫഅഖ്ബറനീ അന്നീ അവ്വലു മൻ യത്ബഉഹു മിൻ അഹ്ലി. ഇനി ഞാൻ മരിച്ചാൽ എൻ്റെ ഖബറിന്റെ ചാരത്തേക്ക് എൻ്റെ കുടുംബത്തിൽ നിന്ന് ആദ്യം വരുന്നത് നീയായിരിക്കും. ഞാൻ മരിച്ചാല് ഇനി ഈ കുടുംബത്തിൽ നിന്ന് ആദ്യം മരിക്കാൻ പോണത് ഇയ്യായിരിക്കുമ്പോൾ ഫാത്തിമനോട് പറയണത്. അത് കേട്ടപ്പോൾ ഫാത്തിമ ബീവി അപ്പ ചിരിച്ചുപോയി, സന്തോഷാകാണ് ചെയ്തത്. ആ ഫാത്തിമ ബീവിന്റെ ചരിത്രത്തിൽ ഏറെ കാണാൻ സാധിക്കുന്നവരുടെ വിവാഹവുമായി ബന്ധപ്പെട്ടാണ്. ആരെയാണ് വിവാഹം കഴിപ്പിച്ചു കൊടുക്കുന്നത്? പുതിയ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ നല്ലോണം ഒന്ന് ചിന്തിക്കണം. പ്രിയപ്പെട്ട നമ്മുടെ മക്കൾക്ക് പെണ്ണ് കെട്ടിച്ചു കൊടുക്കുന്ന പെൺമക്കളെ നമ്മൾ പറഞ്ഞയക്കുന്ന ആൺമക്കൾ ഇന്ന് എത്രമാത്രം അവസ്ഥയിലാണെന്ന് ഒന്നുകൂടെ വിലയിരുത്തേണ്ടതാണ്. എത്രയോ ലഹരി കേസിലെ പ്രതികൾക്കാണ് നമ്മൾ വിവാഹം കഴിച്ചു കൊടുക്കുന്നത്. 5-8 കൊല്ലങ്ങൾ കഴിഞ്ഞിട്ട് തൻ്റെ കൂടെയുള്ള ഭാര്യന്റെ കൂടെ ഒരു നിമിഷം കിടന്നുറങ്ങാൻ സമ്മതിക്കാത്ത ഭർത്താക്കന്മാർ. പുതിയ പുതിയ സംഭവങ്ങൾ നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ. ജീവിതം എന്ന് പറയുന്നത് ഒരു കെണിയാണ്, അപകടമാണെന്ന് മനസ്സിലാക്കുന്ന പോലെ. അതുകൊണ്ട് എനിക്ക് യാതൊരു ഉത്തരവാദിത്തങ്ങളും വേണ്ട, എനിക്കിനെ പാറി നടക്കണം, അതിന് കല്യാണം തടസ്സാണെന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ആൾക്കാരുണ്ടല്ലോ. സുഹൃത്തുക്കളെ, നമ്മുടെ മക്കളെ വിവാഹം കഴിപ്പിച്ചയക്കുമ്പോ നല്ലവണ്ണം ഗൗരവത്തോടെ ദീന് പരിഗണിച്ചുകൊണ്ട് വിവാഹം കഴിക്കണേ. ഇന്ന് നമ്മുടെ ആൺമക്കളിൽ പെണ്ണ് കിട്ടാത്ത പ്രശ്നമുള്ളവരുണ്ട്. പെണ്ണ് കിട്ടാൻ കാരണങ്ങൾ ഒരുപാടുള്ള അവസ്ഥകൾ കടന്നു പോവുകയാണ്. ഇവിടെയാണ് ഫാത്തിമ ബീവിക്കൊരു വിവാഹം വരുന്ന സമയത്ത് അലിയാർ തങ്ങളെയാണ് പേര് നിർദ്ദേശിക്കപ്പെടുന്നത്. എന്താ അലിയാർ തങ്ങളുടെ പ്രത്യേകത? അലി റളിയല്ലാഹു അൻഹുവിന്റെ സവിശേഷത നബി തങ്ങൾക്ക് അറിയാം. ചെറുപ്പം മുതൽ ഒരു ദുശ്ശീലവും ദുസ്വഭാവവും പറയാൻ പറ്റാത്തൊരു ചെറുപ്പക്കാരൻ.
അങ്ങനെ അലി റളിയല്ലാഹു അൻഹു വിവാഹം തന്റെ മകൾക്ക് ഏറ്റവും മാതൃകാപരമായ ഒരു ചെറുപ്പക്കാരനെ കണ്ടെത്തി വിവാഹം കഴിപ്പിച്ചു കൊടുക്കുക എന്നുള്ള ആ വലിയ ദൗത്യം നിർവഹിക്കുകയാണ്. അലി റളിയല്ലാഹു അൻഹുവും ഫാത്തിമ ബീവിയും കിടന്നുറങ്ങുന്ന റൂമിൽ വരികയാണ്. നമ്മുടെ കണ്ണൂരുള്ള അറണ്ടല്ലോ, ഈ അറയിലേക്ക് എപ്പോഴെങ്കിലും വാപ്പ ചെന്ന് വാതിൽ മുട്ടിയിട്ടുണ്ടോ? സുബ്ഹിക്ക് എണീക്കാത്ത പുയ്യാപ്പിളനെ എപ്പോഴെങ്കിലും നിങ്ങൾ പോയി വിളിച്ചിട്ടുണ്ടോ? നിങ്ങൾ എത്ര പണം തന്നിട്ടെന്താ, നിങ്ങൾ എത്ര ചോറ് കൊടുത്തിട്ടെന്താ? തന്റെ പ്രിയപ്പെട്ട മകളുടെ കൂടെ കിടക്കുന്ന മനുഷ്യൻ പള്ളി പോണില്ലെങ്കിൽ ഇനി എത്ര കോടികൾ നിങ്ങൾ ചെലവാക്കിയിട്ട് എന്താ കാര്യം? നമ്മുടെ കൂടെ കിടക്കുന്ന മകളുടെ കൂടെ കിടക്കണം നിസ്കരിക്കണില്ലെങ്കിൽ. നമ്മുടെ മകൾ നമസ്കരിക്കാറുണ്ട്. ഫാത്തിമ ബീവിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. അലി തങ്ങളുടെ വാതിൽ മുട്ടാണ്. എന്ത് നിസ്കാരത്തിന് വിളിച്ചുണർത്താൻ ഒരു വാപ്പ പോവുകയാണ്. കല്യാണം കഴിഞ്ഞ കഴിയൂല ബാധ്യത. അവസാനിച്ചില്ല. അവർ തമ്മിൽ ഒരു ദാമ്പത്യത്തിൽ ഒരു ചെറിയ പ്രയാസം ഉണ്ടായി. ഇടയ്ക്കൊരു പിണക്കങ്ങൾ ഉണ്ടായി. നോക്കൂ നിങ്ങൾ, ഇത്രയും മാതൃകയുള്ള ആ സ്വഹാബ വനിതകളുടെ ജീവിതത്തിൽ, നബി തങ്ങളുടെ കുടുംബത്തിൽ ജീവിക്കുന്നവർക്കിടയിൽ വരെ പിണക്കങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇത് സ്വാഭാവികമാണെന്നർത്ഥം. ആ പിണക്കമുണ്ടായപ്പോ നബി തങ്ങൾ നേരെ കയറി ചെല്ലുകയാണ്. ആരുടെ അടുത്തേക്ക്? പുയ്യാപ്പിളന്റെ അടുത്തേക്കില്ലേ. എന്നിട്ട് എന്താ പറയണത്? എന്റെ മോളങ്ങ് ഒഴിവാക്കിത്താന്നാണോ? ഒറ്റ മുറിക്കല നമ്മളൊക്കെ, ഒറ്റ വെട്ട്, രണ്ട് കഷ്ണം, രണ്ടാമതൊരു മയത്തിൽ വർത്തമാനം വരെ അറിയില്ല, മാന്യമായി സംസാരിക്കാൻ അറിയില്ല, പ്രശ്നം ഉണ്ടാക്കാൻ അറിയും, പ്രശ്നം തീർക്കാൻ അറിയില്ല. ഈ നേരെ അലിയാർ തങ്ങളുടെ അടുത്തേക്ക് ചെന്നിട്ട് കൈപിടിച്ചിട്ട് മണ്ണിൽ കിടന്ന് സങ്കടപ്പെട്ട് കിടക്കുന്ന അലിയാർ തങ്ങളെ വിളിക്കണം. യാ അബാ തുറാബ്, അല്ലയോ മണ്ണിന്റെ വാപ്പ, മണ്ണിൽ കിടന്ന് പുരളിക്കൊണ്ടിരിക്കുന്ന മനുഷ്യ, എന്താ അങ്ങനെ കുട്ടികളെ പോലെ എണീറ്റ് പോന്നേന്ന് പറഞ്ഞിട്ട് മകളുടെ അടുത്തേക്ക് സ്നേഹത്തോടെ കൊണ്ടുപോവുകയാണ്. പഠിക്കാൻ ഒരുപാടുണ്ട്, പകർത്താൻ ഒരുപാടുണ്ട്. ദാമ്പത്യം എന്നതും കുടുംബം എന്നതും നമ്മൾ ഏറെ ചിന്തിക്കേണ്ടതാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പേരക്കുട്ടികളോട് കാണിച്ച മാന്യമായ സ്നേഹപെരുമാറ്റം ചരിത്രത്തിൽ ഗ്രന്ഥങ്ങളിൽ എഴുതിയിട്ടുണ്ട്. ആരാ? മക്കളുടെ കുട്ടികളോട്, ചെറിയ മക്കളോട് അവർക്ക് കളിക്കാനുള്ള ഒട്ടകമായി നിന്നുകൊടുത്ത വല്യപ്പയാണ് നബിതങ്ങള്. നമുക്ക് ഒഴിവില്ലല്ലേ? നമ്മളൊരു മിഠായി മേടിച്ചു കൊടുക്കും, ഇതിനപ്പുറത്ത് നമുക്ക് എന്തെങ്കിലും വല്ലതും ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ? നബിതങ്ങൾ ആ പേരക്കുട്ടികളെ ചേർത്ത് പിടിക്കും. അവർക്ക് കയറി കളിക്കാനുള്ള കളിപ്പാട്ടം പോലെയായിരുന്നു. നമസ്കാരത്തിൽ മുതുകത്ത് കയറിയിരിക്കും. ആ വല്യപ്പ ചീത്ത പറഞ്ഞിട്ടില്ല, വഴക്ക് പറഞ്ഞിട്ടില്ല, അടിച്ചിട്ടില്ല. നമസ്കാരത്തിൽ പ്രയാസം ഉണ്ടാക്കിയിട്ട് നമ്മളൊക്കെ എവിടെയാണെന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. നമ്മുടെ മക്കളുടെ കാര്യത്തിൽ, ഈ വിഷയത്തിൽ നോക്കൂ. പള്ളിയിലേക്ക് അവരെ കൈപിടിച്ച് കൂട്ടിക്കൊണ്ടുപോയിരുന്നു. കുട്ടികളെ പള്ളിയിലേക്ക് അടുപ്പിക്കാൻ നോക്കിയിരുന്നു. രണ്ടുപേരെയും മടിയിൽ വെച്ചിട്ട് വല്യപ്പ പ്രാർത്ഥിക്കാണോ, ഈദുകുമാ ബികലിമാത്തില്ലാഹി താമ്മ മിൻ കുല്ലി ശൈത്വാനിൻ വഹാമ്മ വമിൻ കുല്ലി ഐനിൻ ലാമ്മ. കണ്ണേറിൽ നിന്ന്, ദുഷിച്ച കണ്ണുകളിൽ നിന്ന്, ശൈത്താന്റെ ശർറുകളിൽ നിന്ന് അള്ളാന്റെ കലിമത്ത് വെച്ചതാ നിങ്ങൾക്ക് രണ്ടുപേർക്കും വേണ്ടി ഞാൻ അള്ളാഹിനോട് കാവല് ചോദിക്കുന്നു. കണ്ണേറില്ല, സിഹിറില്ല എന്നൊക്കെ പറയാൻ എളുപ്പ. ഇല്ലാത്ത കാര്യത്തിന് നബിതങ്ങൾ പ്രാർത്ഥിക്കുമോ? ദുഷിച്ച കണ്ണുകളുടെ ശർറുകളിൽ നിന്ന് കാവൽ ചോദിച്ച് തന്റെ മക്കളുടെ പേരക്കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഹസൻ റളിയല്ലാഹു അൻഹുവിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാൻ. അല്ലാഹുമ്മ ഇന്നി യുഹിബ്ബു, അല്ലാഹുവേ ഞാൻ ഇവനെ നന്നായി സ്നേഹിക്കുന്നുണ്ട്. ഫഹിബ്ബ, നീയും അവനെ സ്നേഹിക്കണം. അല്ലാഹ് വഹിബ്ബ മൻ യുഹിബ്ബ, അവനെ സ്നേഹിക്കുന്നവരെയൊക്കെ നീ സ്നേഹിക്കണം. പേരക്കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. മകൾ സൈനബ ബീവിന്റെ മകളായിരുന്ന ഉമാമ, പൊന്നുമോള്, ചെറിയ മോള്, കയ്യിലെടുത്തിട്ട് നബി നമസ്കരിച്ച രംഗം ഹദീസിലുണ്ട്. കരഞ്ഞുകൊണ്ടിരിക്കുന്ന കുട്ടിനെ പിടിച്ച് നിസ്കരിച്ച രംഗം ഹദീസിലുണ്ട്. പേരക്കുട്ടികളോട് സ്നേഹത്തിന്റെ നിറകുടമായിരുന്നു. കഠിന ഹൃദയരായ വല്യപ്പമാരൊക്കെ ചിന്തിക്കണം. വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കുന്ന കുട്ടികളെ മനസ്സിലാക്കാൻ കഴിയാത്ത, അവരുടെ കളികൾ ഉൾക്കൊള്ളാൻ കഴിയാത്ത, അവരുടെ കുറുമ്പുകളും വാശികളും അവരുടെ അനുസരണക്കേടും ഉൾക്കൊള്ളാൻ കഴിയാത്ത മക്കളൊരു ശല്യമായി ചിന്തിക്കുന്ന വല്യപ്പമാരെ നമ്മളെ നബിനൊന്ന് പഠിക്കണം കേട്ടോ. നമ്മുടെ നബിതങ്ങൾ ഒരുപാട് മാതൃക പഠിപ്പിച്ചു തന്നു. എല്ലാ കുട്ടികളോടും സ്നേഹത്തിന്റെ, വാത്സല്യത്തിന്റെ പെരുമാറ്റമായിരുന്നു. നിസ്കാരത്തിന് വേണ്ടി കൈകെട്ടിക്കഴിഞ്ഞാൽ പിറകിലിരിക്കുന്ന സ്ത്രീകളിൽ നിന്ന്, കുട്ടികളിൽ നിന്ന് കരച്ചിൽ കേട്ടാൽ നിസ്കാരത്തിന്റെ ദൈർഘ്യം കുറക്കുമായിരുന്നു. എത്ര
അത്രക്ക് പ്രാധാന്യമുണ്ട് നമസ്കാരത്തിന്. ആ നമസ്കാരത്തിൽ വരെ ബാക്കിലിരിക്കുന്ന ഒരു കുട്ടിയുടെ കരച്ചിൽ കേൾക്കുമ്പോൾ ആയത്തങ്ങട് ചുരുക്കും. എൻ്റെ വാക്കല്ല, ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുന്നുണ്ട്, ഇന്നി ലഅഖൂമു ഫിസ്സലാ, ഞാൻ നിസ്കരിക്കാൻ വേണ്ടി അങ്ങ് നിൽക്കും. ഉരീദു അൻ ഉതവ്വില, അല്ലാഹുവോട് ഒരുപാട് സംസാരിച്ച് ദീർഘമായി നിസ്കരിക്കാന്ന് വിചാരിക്കും. ഫിഹാ ഫഅസ്മഅ ബുകാ സബി, പക്ഷേ ബാക്കുന്ന കുട്ടികളുടെ കരച്ചിൽ ഇങ്ങനെ കേൾക്കാൻ തുടങ്ങിയാൽ ഫതജവ്വസു ഫീ സ്വലാത്തി, ഞാൻ എൻ്റെ നിസ്കാരം അങ്ങ് ചുരുക്കി കൊണ്ടുവരും. കറാഹിയത അൻ അശുഖ അലാ ഉമ്മി, ആ കുട്ടിയുടെ ഉമ്മാക്ക് എത്ര പ്രയാസമുണ്ടാകുമെന്ന് മനസ്സിലാക്കിയിട്ട്. കുട്ടി ഇങ്ങനെ കരയുമ്പോ ഇനി കുട്ടിയെ പള്ളിക്ക് കൊണ്ടുവരുതേ എന്ന് പറയാനല്ല നമ്മളെ പണി. പള്ളിയിൽ വരുന്ന കുട്ടികളെ പരിഗണിക്കുകയാൽ നിസ്കരിക്കണ ഇമാമ് വരെയെങ്കിൽ നമ്മൾ അങ്ങനെയാണ് അതിനെ മനസ്സിലാക്കേണ്ടത് എന്നർത്ഥം. തൻ്റെ കൂടെയുള്ള പ്രിയപ്പെട്ട സ്വഹാബത്തിനോട്, അനുചരന്മാരോട് എന്തൊരു സ്നേഹമായിരുന്നു. നമ്മൾ നമ്മുടെ കൂടെയുള്ളവരോട് എങ്ങനെയാണ്? നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവരോട് എങ്ങനെയാണ്? നമ്മുടെ ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളോട് നമ്മൾ എങ്ങനെയാണ്? നമ്മുടെ പ്രിയപ്പെട്ട നാട്ടുകാരോട് നമ്മൾ എങ്ങനെയാണ്? നമ്മൾ ഓരോരുത്തരും നമ്മളോട് ചോദിക്കുക, നമ്മൾ ആ പ്രവാചകന്റെ അനുയായികളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ പ്രിയപ്പെട്ട അനുചരന്മാരോട് മൊത്തം ഇഷ്ടമായിരുന്നു. അവരിൽ കുറവുള്ളവരും കൂടുതലുള്ളവരും സ്നേഹമുള്ളവരും അടുപ്പുള്ളവരും ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാവരോടും നബി തങ്ങൾ അങ്ങേയറ്റത്തെ സ്നേഹത്തിലും ഇഷ്ടത്തിലുമായിരുന്നു. വലുപ്പ ചെറുപ്പം നോക്കാതെ സ്നേഹിക്കുന്നവർ. നമ്മൾ ചില ആൾക്കാരുണ്ട്, ഇങ്ങോട്ട് ചായ മേടിക്കുമ്പോൾ അങ്ങോട്ട് ചായ മേടിച്ചിട്ട്, ഈ വീട്ടിൽ വരുമ്പോൾ അങ്ങോട്ട് പോകും, ഇങ്ങോട്ട് കിട്ടിയാലും അങ്ങോട്ട് കൊടുക്കുക എന്നുള്ളതിനപ്പുറത്ത് എല്ലാവരോടും അങ്ങോട്ട് ചെന്നുകൊണ്ട് സംസാരിക്കുന്ന വലുപ്പ ചെറുപ്പമില്ലാത്ത ബന്ധമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു നല്ല മാർദ്ദവമുള്ള ഒരു പുതപ്പൊരാൾ സമ്മാനം കൊടുത്തു. നബിക്കത് ഭയങ്കര ഇഷ്ടമായി. ആ പുതപ്പ് ധരിച്ച നബിതങ്ങളെ കണ്ട സമയത്ത് ഒരു അനുയായി സ്വഹാബി വന്ന് ചോദിക്കാണ്, നബിയെ അതൊന്ന് എനിക്ക് തരാൻ പറ്റുമോ? അന്ന് കിട്ടിയ പുതിയ പുതപ്പ് അങ്ങ് ഊരിക്കൊടുത്ത് തൻ്റെ അനുയായിയുടെ ആവശ്യം സഹകരിച്ചു കൊടുക്കുന്ന ഒരു നേതാവിനെയാണ് നമ്മൾ ചരിത്രത്തിൽ കാണുന്നത്. എനിക്ക് എൻ്റെ പ്രിയപ്പെട്ടവരോട് ഇഷ്ടമുണ്ട് എന്ന് മനസ്സിൽ കൊണ്ടു നടക്കൽ മാത്രമായിരുന്നില്ല, എനിക്ക് നിങ്ങൾ ഭയങ്കര ഇഷ്ടമാണെന്ന് പറയുന്ന സ്വഭാവം ഉണ്ടായിരുന്നു നബിതങ്ങൾക്ക്. സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബി മുആദ് റളിയല്ലാഹു അൻഹു വിളിക്കുകയാണ്, യാ മുആദ്, മുആദേ വല്ലാഹി പടച്ചോനാണ് സത്യം, ഇന്നീ ലഉഹിബ്ബുക, എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ്. അള്ളാന്റെ മാർഗത്തിൽ, ദീനിന്റെ മാർഗത്തിലുള്ള ആ ഇഷ്ടത്തെ ഉള്ളിൽ കൊണ്ട് നടക്കൽ മാത്രമല്ല, അത് പ്രകടിപ്പിക്കും, പറയുകയും ചെയ്യുമായിരുന്നു. എന്തിനേറെ പ്രിയപ്പെട്ടവരെ, പരുഷമായി പെരുമാറാറുള്ള അറാബികൾ, നമ്മൾ കാട്ടറബികൾ എന്നൊക്കെ നമ്മുടെ നാട്ടിലത്തെ ഭാഷയിൽ പറയും. അത്ര വലിയ സംസ്കാരങ്ങളും വലിയ അദബും വലിയ ഇൽമൊന്നും ഉണ്ടാവാത്ത കാട്ടറബികളായ അറാബികൾ നബി തങ്ങളുടെ അടുത്തേക്ക് വരും. അവർ വന്നാൽ തന്നെ സാധാരണ വിളിക്കുന്ന പോലെ യാ മുഹമ്മദ് എന്നൊക്കെയാണ് ഉറക്കാണ് വിളിച്ചിട്ട് സംസാരിക്കുക. അത് അവരുടെ ഒരു ശൈലിയും അവരുടെ അറിവില്ലായ്മയാണ്. അറാബികളായ മനുഷ്യന്മാർ വരെ ഒരു ദിവസം പള്ളിയിൽ കയറി വന്നിട്ട് വിവരമില്ലാത്ത ഈ ഒരു അറാബി വന്ന് പള്ളിന്റെ ഉള്ളിൽ മൂത്രമൊഴിക്കാം. ഒന്ന് ചിന്തിച്ചു നോക്കണം. കണ്ണൂർ ജില്ലയിലുള്ള നമ്മളൊരു പള്ളിന്റെ ഉള്ളിൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ വന്ന് മൂത്രമൊഴിച്ച അവിടുത്തെ അവസ്ഥ എന്തെങ്കിലും ചിന്തിച്ചു നോക്കി. എന്തായിരിക്കും നമ്മുടെ നാട്ടിലത്തെ അവസ്ഥ ആലോചിച്ച് നോക്കി. റോഡിൽ കിടക്കുന്ന ഒരു വാഹനം മാറ്റിയിടുന്ന് പറഞ്ഞതിന്റെ പേരിലാണ് ഒരാളെ കൊന്നത്. വാഹനം ഒന്ന് മാറ്റിയിടുന്ന് പറയണത് പോലും താങ്ങാൻ പറ്റണില്ല. എന്തൊക്കെ വല്ലാത്ത അവസ്ഥയിലേക്ക് മനുഷ്യന്മാർ, ഒരു വിവേകവും പക്വതയും ഇല്ലാത്ത എടുത്തുചാട്ട പെരുമാറ്റമുള്ള കാലത്ത് അറാബിയായ മനുഷ്യൻ നിസ്കരിക്കണം പള്ളിൻ്റെ ഉള്ളിൽ വന്ന് മൂത്രയിക്കുമ്പോൾ സ്വഹാബത്തി എഴുന്നേറ്റിട്ട് അയാളെ ആട്ടി ഓടിക്കാൻ ശ്രമിച്ചു. സ്വാഭാവികമായി സംഭവിക്കാം. ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരോട് ഫസജറഹുന്നാസ്, ജനങ്ങൾ അയാളെ ആട്ടി ഓടിക്കാൻ നോക്കി. ഫനഹാഹുമുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ തടുത്തു. കഴിഞ്ഞോട്ടെ, അയാളെ കാര്യം കഴിഞ്ഞോട്ടെ. വിസർജനം കഴിഞ്ഞപ്പോൾ അയാളോട് വൃത്തിയാക്കാൻ പറഞ്ഞില്ല. അമറഹുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിദനൂബിൻ മിമ്മാ, അനുയായികളോട് പറഞ്ഞൊന്ന് വൃത്തിയാക്കി കിട്ടും. എന്നിട്ട് പുറത്തിറങ്ങിയിട്ട് അദ്ദേഹത്തെ ഒറ്റക്ക് കൊണ്ടുപോയിട്ട്, ഇത് പള്ളിയല്ലേ, നിസ്കരിക്കണ സ്ഥലല്ലേ, നിങ്ങൾ ഇങ്ങനെ ചെയ്യരുതിട്ടോ. ഈ നിലക്ക് നമ്മുടെ നാട്ടിൽ ഞാനും നിങ്ങളും നമ്മളൊക്കെ വളരെ പക്വമായി വിവേകത്തോടെ മനുഷ്യരോട് പെരുമാറാൻ തുടങ്ങിയാൽ എന്തായിരിക്കും ഉണ്ടാവുക? എത്രമാത്രം വലിയ മാതൃകയാണ് അതിൽ പറയാനുള്ളത്. അമുസ്ലിമീങ്ങളോട് പോലും ത്വായിഫിൽ നിന്ന് നബി തങ്ങളെ ഉപദ്രവിച്ചാട്ടിയവർക്ക് എതിരായി പ്രാർത്ഥിക്കുക പോലും ചെയ്തില്ല. അവർക്ക് നന്നാകുമെന്ന പ്രതീക്ഷയായിരുന്നു. മക്കയിൽ നിരന്തരമായ 13 കൊല്ലം സ്വാതന്ത്ര്യമില്ലാത്ത ഒരുപാട് മർദ്ദനങ്ങൾ സഹിച്ച മക്കക്കാരെ തിരിച്ച് തല്ലാനും കൊല്ലാനും
ഒരു യാത്രയും പുറപ്പെട്ടിട്ടില്ല. എന്തൊരു വല്ലാത്ത വിവേകം! ഒരു മനുഷ്യൻ ഇസ്ലാം സ്വീകരിക്കുന്ന ആദ്യത്തെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു, പിന്നെ ഉമർ, പിന്നീട് അലി തങ്ങള്, പിന്നീട് ഖദീജ ബീവി, ഇങ്ങനെ കടന്നു വന്ന് അവസാനം 23 കൊല്ലം കഴിഞ്ഞപ്പോൾ 1.25 ലക്ഷം മനുഷ്യന്മാര് ഹജ്ജിന് പുറപ്പെടാനുണ്ടായിരുന്നുവെങ്കിൽ എവിടുന്നാണ് 20 കൊല്ലം കൊണ്ട് 23 കൊല്ലം കൊണ്ട് ഇത്രയും മനുഷ്യന്മാർ സ്നേഹിക്കുന്ന ഒരു നേതാവായി മാറാൻ എന്തുകൊണ്ടാ കഴിഞ്ഞത്? ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻത ലഹും വലൗ കുൻത നബിയെ, നിങ്ങൾ പരുഷ സ്വഭാവിയാണെങ്കിൽ, കഠിന ഹൃദയമുള്ള ആളാണെങ്കിൽ നിങ്ങളുടെ അടുത്ത് നിന്ന് ആളുകൾ ഒഴിഞ്ഞു പോകും. നമ്മളിരിക്കണം പള്ളിക്കാൾ വരൂല, നമ്മളെ കച്ചവട സ്ഥാപനത്ത് കാണൂല, നമ്മൾ ചിരിക്കൂല, മര്യാദക്ക് സംസാരിക്കൂല. നമ്മൾ പരുഷമായി കഠിന ഹൃദയനായി നടന്നാൽ നമ്മളടുത്ത ആള് വരൂല. നബി തങ്ങളോട് പറയാൻ, നബി നിങ്ങളിൽ നിന്ന് ആൾക്കാർക്ക് ഒഴിഞ്ഞു പോകും. സൂക്ഷിക്കണം എന്നാണ് വാക്കിന്റെ അർത്ഥം. സുമാമ ഇസ്ലാം സ്വീകരിക്കുന്ന സംഭവ ചരിത്രം വായിക്കേണ്ടത്, വിശദീകരിക്കേണ്ട ഒരു ഹുതുബ ഒന്നിച്ചു പറയേണ്ട വിഷയ. സുമാമ എന്ന ഇസ്ലാമിന്റെ ശത്രുവിനെ കൈ കിട്ടിയിട്ട് പള്ളി കൊടുന്ന് കെട്ടിയിട്ട് 3 ദിവസം ഭക്ഷണവും വെള്ളവും സാധനം കൊടുത്ത് സൽക്കരിച്ചു. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, സുമാമ നിനക്ക് എന്തെങ്കിലും മാറ്റമുണ്ടോ? അവിടുന്ന് 3 ദിവസം കഴിഞ്ഞിട്ട് കെട്ടഴിച്ച് വിടാൻ പറഞ്ഞ് അവനെ വിട്ടേക്ക് ഒന്നും ചെയ്യണ്ടെന്ന് പറഞ്ഞ് കെട്ടഴിച്ച് പുറത്തു വിട്ടപ്പോ സുമാമ പറഞ്ഞൊരു വാക്കുണ്ട്, ഇനി എന്താണ് ചെയ്യാനുള്ള പ്ലാൻ? അദ്ദേഹം പുറത്തു പോയി വെള്ളത്തിൽ നിന്ന് കുളിച്ച് വൃത്തിയായി പള്ളിയിൽ വന്ന് നബിന്റെ മുമ്പിലിട്ടിട്ട് ഷഹാദത്ത് കലിമ ചൊല്ലിയിട്ടൊരു വാക്ക് പറയുന്നുണ്ട്, നബിയെ, ഈ നാള് വരെ എനിക്ക് ഏറ്റവും വെറുപ്പുള്ള സ്ഥലം മക്കയായിരുന്നു, അല്ലെങ്കിൽ താങ്കൾ താമസിക്കുന്ന മദീനയായിരുന്നു. ഇന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടം മദീനയായി. 3 ദിവസം കൊണ്ട് നബിയെ, എനിക്ക് ഈ ഭൂമി ലോകത്ത് ഏറ്റവും വെറുപ്പുള്ള മനുഷ്യൻ നിങ്ങളായിരുന്നു. ഇന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടം അങ്ങയോടാണ് നബിയെ. നബിയെ, എന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രയാസം നിറഞ്ഞ, ഏറ്റവും എനിക്ക് വെറുപ്പുണ്ടാക്കിയ മതം നിങ്ങളുടെ മതമായിരുന്നു. ഇന്ന് ഞാൻ ഏറ്റവും സ്നേഹിക്കുന്നത് നബി അങ്ങയുടെ മതത്തെയാണ്. ശത്രു പോലും ഇസ്ലാമിന്റെ ചാരത്തേക്ക് വന്നത് ആ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളുടെ സ്വഭാവം കണ്ടിട്ട്. നമ്മുടെ കല്യാണപ്പേക്കൂത്തും നമ്മുടെ തോന്നിവാസങ്ങളും നമ്മൾ കാണിച്ചു കൂട്ടുന്ന നെറികേടുകളും കണ്ടിട്ട് ആരെങ്കിലും ഇസ്ലാമിനെ ആക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ ആരെയാണ് കുറ്റം പറയാൻ കഴിയുക? നമ്മളിലേക്ക് തിരിച്ചു വരണം. നമ്മുടെ സ്വഭാവത്തിലേക്ക്, നമ്മുടെ സംസ്കാരങ്ങളിലേക്ക് തിരിച്ചു വരാൻ കഴിയണം. അതുകൊണ്ട് ഇസ്ലാമികമായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മര്യാദകളെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ഏറ്റവും നല്ല അവസരമായി, പഠിപ്പിക്കാനുള്ള ചാൻസായി ഇന്ന് നമ്മുടെ നാടിന് നമുക്ക് കയ്യിൽ കിട്ടിയിരിക്കുകയാണ്. അള്ളാഹുവിന്റെ പ്രവാചകനെ ശരിക്കും വിശ്വസിക്കുക, നബിതങ്ങൾ പറഞ്ഞതെല്ലാം സത്യമാണെന്ന് അംഗീകരിക്കുക, നബിതങ്ങളുടെ ജീവിതത്തെ മുഴുവൻ പിൻപറ്റുക, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നന്നായി സ്നേഹിക്കുക. നമ്മുടെ നാട്ടിൽ 3 തരം സ്നേഹക്കാരാണുള്ളത്. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രദേശത്ത് 3 തരം പ്രവാചക സ്നേഹികളാ ഉണ്ടാവുക. ഒന്നാമത്തെ പ്രവാചക സ്നേഹം, കൊല്ലത്തിൽ ഒരിക്കൽ ഒരു ആഘോഷം നടത്തി, കുറച്ച് പാട്ടും പാടി, കുറച്ച് പായസം വിതരണം ചെയ്ത്, കുറച്ച് ദഫൊക്കെ കളിച്ച്, അങ്ങനെ ഒരു കൊല്ലം നബിനെ പറ്റി എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പാടി, കുറച്ച് സമ്മാനമൊക്കെ കൊടുത്ത് അങ്ങനെ പരിപാടി കഴിച്ചൊരു സ്നേഹം അവസാനിച്ചു. വേറെ പ്രത്യേകിച്ചൊന്നും പറയില്ല. അതാരെങ്കിലും ചെയ്യാതെ പോയാൽ അവരൊക്കെ ദീനിന്ന് പുറത്തായി എന്നുള്ള അവസ്ഥയും പറഞ്ഞ് നടക്കുന്ന ഒരു സ്നേഹികൾ 90% വരുന്നതാണ്. രണ്ടാമതൊരു പ്രവാചക സ്നേഹമുണ്ട് നമ്മുടെ നാട്ടിൽ. അവർ പ്രവാചകന്റെ മാതൃക പരമാവധി പിൻപറ്റാൻ ശ്രമിക്കും. അവർ ഇസ്ലാമിന്റെ അടയാളങ്ങൾ സൂക്ഷിക്കാൻ ശ്രമിക്കും. അവരുടെ ശരീരത്തിലും വേഷത്തിലും കുടുംബത്തിലും പരമാവധി നബിന്റെ സുന്നത്തുകൾ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ച് അങ്ങനെ 365 ദിവസവും നബിനെ സ്നേഹിക്കും. മൂന്നാമതൊരു സംഘമുണ്ട് നമ്മുടെ നാട്ടിൽ. ഓലെ സംബന്ധിച്ചിടത്തോളം ആഘോഷിച്ചോട്ടെ, ആഘോഷിക്കാത്തവർ ആഘോഷിക്കണ്ട, ചെയ്യുന്നവര് ചെയ്തോട്ടെ, ചെയ്യാത്തവര് ചെയ്യണ്ട, നിങ്ങൾ എന്തിനാണ് എല്ലാത്തിലും ഇടപെടാൻ പോണെന്ന് പറഞ്ഞ് നല്ല നാട്ടിലെ നല്ല മീനി തഴയുന്ന നല്ല സ്നേഹികൾ ഓല ആരോടും ഉണ്ടാൻ പോകില്ല. നമ്മുടെ നാട്ടിലെ നല്ല ശതമാനക്കാർക്ക് ഇഷ്ടമാണ് ഓല. കാരണം എന്താ? ഓല ആരോടും ഒന്നും എതിർക്കൂല, നല്ല മനുഷ്യന്മാരാ. സുഹൃത്തുക്കളെ, ഇവിടെയാണ് ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച നമുക്കത് പറയേണ്ടതുണ്ട്. യഥാർത്ഥത്തിൽ നമ്മളൊരു മനുഷ്യൻ എന്ന നിലക്ക് ഇത്രയും നേരം ഞാൻ വിശദീകരിച്ച ഈ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള എന്റെയും നിങ്ങളുടെയും വലിയ ബാധ്യതകളുണ്ട്. അത് പഠിക്കണം, അത് പ്രവർത്തിക്കാനുള്ളതാണ്, അതിലേക്ക് ആളുകളെ ക്ഷണിക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ പരലോകത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചാരത്ത്, ആ ശറഫാക്കപ്പെട്ട ആ തിരുമുഖത്തേക്ക് നോക്കി ആ പ്രവാചകന്റെ ചാരത്ത് ജീവിച്ച് സുഖത്തോടെ ആനന്ദത്തോടെ സ്വർഗത്തിൽ ലയിക്കാൻ പടച്ച റബ്ബ് നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أيها الإخوة والأخوات أوصيكم وإياي ثانيا بتقوى الله. ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ഇസ്ലാമിൻ്റെ ഷിആറുകൾ ചിഹ്നങ്ങളെ മാനിച്ചുകൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കണമെന്ന് എന്നെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മെ എല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. സഫുകളുടെ ഇടയിൽ ഒഴിഞ്ഞിരിക്കുന്ന പല സഫുകളുടെ ഭാഗം കാണുന്നുണ്ട്. ബാക്കിലിരിക്കുന്നവരൊക്കെ മുൻപിലേക്ക് കയറിയിരുന്ന് സഫുകൾ പൂർത്തീകരിക്കും. ഇനിയും ആളുകൾ വരാനുണ്ട്. ഇടത് കൈ പിറകിലേക്ക് കുത്തിയിരുന്ന് ഉറക്കം വരാനിരിക്കുന്ന കുറേ ആളുകളുണ്ട്. ആ കൈകൾ മാറ്റിയിടുക. ചാരി ഇരുന്നു കൊണ്ട് ഏതൊരു പള്ളിയിലാണെങ്കിലും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഖതീബിലേക്ക് തിരിഞ്ഞിരിക്കുക എന്നതാണ് ജുമായുടെ അദബ് എന്ന് പറയുന്നത്. അതിൽ മാക്സിമം അടുത്തടുത്ത സൊഫുകളിലേക്കായി കയറിയിരിക്കാൻ ശ്രദ്ധിക്കാം. സഹോദരങ്ങളെ, നമ്മൾ 1947 ശേഷം സ്വാതന്ത്ര്യം കിട്ടി എന്ന് പറയുന്ന ഇന്ത്യയിലാണുള്ളത്. ഇന്ത്യ എന്ന് പറയുന്ന ഈ രാജ്യം പ്രമുഖ മതങ്ങളെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു രാജ്യമാണ്. 121 ഭാഷകൾ സംസാരിക്കുന്ന മനുഷ്യന്മാരുണ്ട്. നമ്മുടെ പ്രവാചകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിന്റെ 2 സ്റ്റെപ്പുകളിൽ ഒന്നാമത്തെ ചരിത്രം പഠിപ്പിക്കുന്നത് സ്വാതന്ത്ര്യമില്ലാത്ത മക്കയാണ്. അവിടെ മതസ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ലല്ലോ. രണ്ടാമതൊരു പഠിപ്പിക്കുന്നത് സ്വാതന്ത്ര്യമുള്ളൊരു മദീന പഠിപ്പിച്ചിരുന്നു. രണ്ടും നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ പഠിപ്പിച്ചു തന്നിരിക്കുന്ന ജീവിത പാഠങ്ങൾ ഏതൊരു രാജ്യത്തിനും മാതൃകയാണ്. നമ്മുടെ രാജ്യത്ത് സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ മനുഷ്യന്മാരുടെ പേര് ലിസ്റ്റുകൾ പുതിയ ആരെങ്കിലും ഒരു പതാക പൊക്കി പിടിച്ചും ഒരു ലഡു വിതരണം ചെയ്തും ഒരു റാലി നടത്തിയാൽ നമ്മുടെ നാട്ടിലെ സ്വാതന്ത്ര്യബോധം വളരുമോ? ചരിത്രം പഠിപ്പിക്കണം. വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദാജി എന്ന് പറയുന്ന മനുഷ്യന്റെ ശരീരത്തിലേക്ക് നിറയൊഴിച്ച് ബ്രിട്ടീഷുകാർ കത്തിച്ചു കളഞ്ഞ മൃതശരീരം സ്വാതന്ത്ര്യദിന പോരാട്ടത്തിന്റെ ചരിത്രത്തിലെ വായിക്കാതെ പോകാൻ പാടില്ലാത്ത ചരിത്രം. ഇതൊന്നും നമ്മുടെ പുതിയ തലമുറയിലോ പുതിയ മനുഷ്യർക്കും ഇതൊന്നൊരു കഥയിൽ വെറും ഒരു അഭിനയങ്ങളും സിനിമയും മാത്രമാണ് കഥകൾ. മൗലാന മുഹമ്മദ് അലി ജൗഹറും അദ്ദേഹത്തിന്റെ സഹോദരനും സ്വാതന്ത്ര്യ സമരത്തിന് പുറപ്പെടുന്നതിന് മുമ്പ് തന്റെ പ്രിയപ്പെട്ട മാതാവ് അബാദി ബീഗം അവരെ ചുംബിച്ച് സ്നേഹിച്ച് കുറച്ച് രാഷ്ട്രബോധത്തോടെ ചില വർത്തമാനങ്ങൾ പറയുന്ന രംഗമുണ്ട് ചരിത്രത്തിൽ. ഒരു 2 കുട്ടികളെ സ്വാതന്ത്ര്യ സമരത്തേക്ക് പറഞ്ഞയക്കുന്നത് വലിയ ഒരു നന്മയായിട്ട് രേഖപ്പെടുത്തുകയാണ്. മലബാറിന്റെ വ്യത്യസ്ത 1920 നടന്ന മലബാർ ലഹള എന്താണെന്ന് അറിയാത്തവരാരെങ്കിലും ഉണ്ടോ? ഒരു കമ്പാർട്ട്മെന്റിന്റെ ഉള്ളിൽ മുഴുവൻ ചരക്കു വാഹനത്തിന്റെ ചരക്കു തീവണ്ടിന്റെ ഉള്ളിൽ 100 പേരെ ഇട്ട് ഡോറടച്ച് ക്ലോസ് ചെയ്ത ബ്രിട്ടീഷുകാരുടെ ചരിത്രം വായിച്ചിട്ടുണ്ടോ? വാഗൺ ട്രാജഡി. ആർക്കു വേണ്ടിയാണ് പ്രിയപ്പെട്ടവരെ? ഈ നാടിൻ്റെ ഇന്ത്യ എന്ന ഞാനും നിങ്ങളും ഇന്ന് സുഖിച്ചനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ നാടിൻ്റെ പഴയകാല ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ഈ സ്വാതന്ത്ര്യം നമ്മുടെ നാട്ടിൽ ശരിയാവണ്ണം അതിനെ കൊണ്ട് നടക്കേണ്ടുന്ന ഭദ്രമാക്കേണ്ടുന്ന ഉത്തരവാദിത്വം നമുക്കുള്ളത്. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്ന രംഗമുണ്ട്. നമുക്കൊരു നാട്ടിൽ ജീവിക്കാനുള്ള സുരക്ഷിതമായ അവസ്ഥ വന്നാൽ അല്ലദീന ഇമ്മക്കന്നാഹും ഫിൽ അർദ്, ഭൂമിയിൽ നിങ്ങൾക്ക് സ്ഥിരമായി കഴിവുകളും ശേഷിയും സംഭവങ്ങളും എല്ലാം തന്നു കഴിഞ്ഞാൽ അഖാമുസ്സലാ, നിസ്കാരം കറക്റ്റായി നിലനിർത്തണം. അത് നമ്മളെ പണിയാണ്. നമുക്ക് സ്വാതന്ത്ര്യമുള്ള നാട്ടിൽ ചെയ്യേണ്ട പണിയാ. ജമാഅത്തായ നമസ്കാരങ്ങൾ നടക്കണം. നിങ്ങൾ സകാത്ത് കൃത്യമായിട്ട് കൊടുക്കണം. നന്മകൾ ജനങ്ങളോട് കൽപ്പിക്കണം. വനഹ്വനിൽ മുൻകരി, തിന്മ കാണുമ്പോൾ തടുക്കണം. നമ്മൾ നന്മയിൽ ജീവിച്ചാൽ മതി, അത് തന്നെ വലിയ മാതൃകയാണ്. തിന്മകൾ ചെയ്യാതിരുന്നാൽ തന്നെ വലിയ മാതൃകയാണ്. നമ്മുടെ വിവാഹങ്ങളും ധൂർത്തുകളും പൊങ്ങച്ചങ്ങളും ലഹരി ഉപയോഗങ്ങളും ഒക്കെ നാട്ടിൽ ഇങ്ങനെ വാർത്തയാകും വല്ലാതെ വിഷമത്തോടെ ആലോചിക്കുകയാണ്. നമുക്ക് നന്മ കൽപ്പിക്കാനും തിന്മ വിരോധിക്കാനും കഴിയണമെങ്കിൽ ആദ്യം നമ്മളിലൂടെ ആ കാര്യത്തിന് മാതൃകയുണ്ടാക്കാൻ കഴിയണം. ഈ നാട്ടിൽ ജീവിക്കുന്ന ഓരോ മുസൽമാനും ഇവിടുത്തെ നിയമങ്ങളെ മനസ്സിലാക്കി ജീവിക്കുക. സൗഹാർദ്ദ അന്തരീക്ഷം കാത്തു സൂക്ഷിക്കാൻ വേണ്ടി എപ്പോഴും ശ്രദ്ധിക്കുക. നല്ല സാമൂഹിക സേവനത്തിന്റെ മാതൃകകളാവാൻ മൗലാന അബുൽ കലാം ആസാദ് ഇന്ത്യയുടെ 1ാമത്തെ വിദ്യാഭ്യാസ മന്ത്രിയാണ്. ഒരു വലിയ സാമൂഹിക സേവനം ചെയ്താണ് അദ്ദേഹം പോയത്. രാജ്യത്തിന് സേവനം ചെയ്യാൻ കിട്ടുന്ന അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുക, വിവേകത്തോടെ മാത്രം പ്രതികരിക്കുക, പെരുമാറുക. പലരും നമ്മളെ ഇളക്കി വിടും.
പലരും നമുക്കെതിരായിട്ട് പല പ്രവർത്തനങ്ങൾ ചെയ്യും. വളരെ പക്വമായ അറിവോടെ വിവേകത്തോടെ മാത്രം പെരുമാറാൻ ശ്രമിക്കുക. ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്ന ആളുകളായി മാറാതിരിക്കുക. വലാ തുഫ്സിദൂ ഫിൽ അർളി ബഅദ ഇസ്ലാഹിഹാ, ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കരുത്. ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുഫ്സിദീൻ, അല്ലാഹു ഒരിക്കലും ഇഷ്ടപ്പെടാത്തവരാണ് ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കുന്നവര്. അൽ ഫിത്നതു അശദ്ദു മിനൽ ഖത്ലി, കൊലപാതകത്തേക്കാൾ കഠിനമായ സാധനമാണ് ഫിത്ന ഉണ്ടാക്കുന്ന ആൾക്കാർ, കുഴപ്പമുണ്ടാക്കുന്നവര്. അവരൊക്കെ കണ്ടറിഞ്ഞ് തിരുത്തി ഓടിക്കാൻ, അവരെയൊക്കെ വിവേകത്തോടെ കൈകാര്യം ചെയ്യാൻ അറിവുള്ളവരായി മാറി ജാഗ്രതയോടെ ഈ രാജ്യത്തിന്റെ നല്ല ഒരു കാവലാളായി മാറാൻ ഈ സ്വാതന്ത്ര്യദിനം, വരുന്ന 80ാമത് സ്വാതന്ത്ര്യദിനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഒരു മുസ്ലിമിന് ഇതിൽ വലിയ പങ്കുണ്ട് എന്ന് ബോധ്യപ്പെടുത്താനാണ് ഞാൻ ഈ വിഷയം പറഞ്ഞത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ രാജ്യത്ത് നിർഭയത്വത്തോടെ സമാധാനത്തോടെ ജീവിക്കാനുള്ള സുരക്ഷിതമായ ഒരു മണ്ണാക്കി അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കൾ, പ്രത്യേകിച്ചും ഹൈസ്കൂൾ +2 തലത്തിലുള്ള മക്കളെയൊക്കെ ദീനിയായി ഒരുപാട് വലിയ മേഖലയായി അവരെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വമുണ്ട്. CRE എന്ന നമ്മുടെ സംവിധാനം ഈ നാട്ടിലുണ്ട്, നമ്മുടെ പള്ളിന്റെ പരിസരത്ത് തന്നെ. അതുകൊണ്ട് എല്ലാ ആൺമക്കൾക്കും പെൺമക്കൾക്കും എല്ലാ ആഴ്ചയും ഞായറാഴ്ച രാവിലെ 10 മണിക്ക് അവർക്ക് വേണ്ടി മാത്രമുള്ള വേദിയാണ്. രക്ഷിതാക്കൾ ഒന്ന് തൻ്റെ മക്കളെ അതിലേക്ക് കുറച്ചു സമയത്തേക്ക് എത്തിക്കാൻ ശ്രമിക്കണമെന്ന് ഉറപ്പെടുത്തുക. നമ്മുടെ പെൺമക്കൾ പലരും ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുക. വല്ലാത്ത അവസ്ഥകൾ ഇന്ന് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുക. ലഹരി മാർക്കറ്റുകൾ, അതുപോലെ തന്നെ സെക്സ് റാക്കറ്റുകൾ, അതുപോലെ സിനിമാ ഫീൽഡിലുള്ള ആളുകൾ, സൗഹാർദ്ദങ്ങൾ നടിച്ചു നടക്കുന്ന ആളുകൾ, സോഷ്യൽ ഇൻഫ്ലുവൻസർമാർ, എല്ലാവരും നമ്മുടെ 11ഉം 12ഉം വയസ്സുള്ള പെൺമക്കളുടെ പിന്നാലെയാണ്. ഇറങ്ങിയോടുന്ന കാണാതാകുന്ന പെൺകുട്ടികളുടെ പിന്നിൽ നിങ്ങൾ അന്വേഷിക്കുക പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രസ്ഥാനത്തിന്റെ കീഴിൽ പണ്ഡിതന്മാർ അണിനിരന്നുകൊണ്ട് ഓഗസ്റ്റ് 27-ാം തീയതി കണ്ണൂർ ജില്ലയിലെ 12 വയസ്സിന്റെ 30 വയസ്സിന് വേണ്ടിയുള്ള പെൺകുട്ടികൾക്ക് മാത്രം ഒരു തർബിയത്ത് കൊടുക്കാൻ അവർക്ക് വേണ്ടി ഒരു സംഗമം സംഘടിപ്പിക്കുകയാണ്. നിങ്ങളുടെ മക്കളുടെ പേരും ഫോൺ നമ്പറും ഡീറ്റെയിൽസ് കൊടുക്കുക. അവരെ നമുക്ക് അവിടെ എത്തിക്കണം. അവസാനം നമുക്ക് കിട്ടാതെ, നമുക്കൊരു കല്യാണം കഴിപ്പിച്ചു കൊടുക്കാൻ പറ്റാതെ, നമുക്ക് നാട്ടുകാരോട് എനിക്കൊരു മകളുണ്ടെന്ന് പറയാൻ പറ്റാത്ത ചീത്തപ്പേരിലേക്ക് വരുന്നതിൻ്റെ മുമ്പ് നമ്മുടെ കുട്ടിക്ക് ദീനും അദബും പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് എന്ന നസീഹത്ത് മനസ്സിലാക്കി ഇതിനോട് സഹകരിക്കണം, സഹായിക്കണം എന്ന് മാത്രമാണ് പറയാനുള്ളത്. അള്ളാഹു നമ്മുടെ മക്കളെയെല്ലാം സാലിഹീങ്ങളാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, പള്ളിയുടെ പരിപാലന പ്രവർത്തനങ്ങൾക്ക് എല്ലാവരും അകമഴിഞ്ഞ് മനസ്സറിഞ്ഞ് നമ്മുടെ ഈ ഒരു പള്ളിയുടെ നിലനിൽപ്പിന് വേണ്ടി കൊതിച്ച് മനസ്സിലാക്കി പ്രാർത്ഥിച്ചുകൊണ്ട് സഹായിക്കണം, സഹകരിക്കണം, സ്വതക്ക ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും സ്വീകരിക്കുമാറാകട്ടെ.